സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് നാളെ തന്നെ വിശദീകരണം നൽകാനും സുപ്രീം കോടതി നിർദ്ദേശം. ഇതിനിടെ കോടതിയലക്ഷ്യ ഹർജിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പുലർത്തുന്നുവെന്ന വിമർശനം ശക്തമാകവെയാണ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയത്. യോഗി ആദിത്യനാഥ്, മായാവതി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവേ ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയുണ്ടായോ എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആരാഞ്ഞു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേയുള്ളൂ. ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ അധികാരമില്ല. ഇതായിരുന്നു കമ്മീഷൻ മറുപടി. ഇതിൽ തൃപ്തി വരാഞ്ഞതോടെയാണ് സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം. തൊട്ടുപിന്നാലെ കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്നും നാളെ തന്നെ കമ്മീഷൻ പ്രതിനിധി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. 23-ന് കേസ് വീണ്ടും പരിഗണിക്കും മുൻപായി വിശദീകരണം നൽകണം. റഫാലിൽ പുറത്തുവന്ന രേഖകൾ പരിഗണിക്കണമോ എന്ന് മാത്രമാണ് പരിശോധിച്ചത്. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി വ്യക്തമാക്കി. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിജെപിയുടെ കോഴ ഇടപാട് വ്യക്തമാക്കുന്ന യെദ്യൂരപ്പയുടെ യഥാർത്ഥ ഡയറി പുറത്ത്. ഡയറിയിലുള്ളത് 2000 കോടി അഴിമതിയുടെ വിവരങ്ങൾ. ഡയറിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണം. വ്യാജമെങ്കിൽ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, വിവാദമായ യെദ്യൂരപ്പയുടെ ഡയറി അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. വ്യക്തമായ തെളിവോടുകൂടി ഇപ്പോൾ ഡയറി പുറത്തു വന്നിരിക്കുന്നു. ഈ ഡയറിയിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഡയറിയുടെ ഈ ഒരു പേജുകൾ പുറത്തു വന്നതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയ, കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി കോൺഗ്രസ് തന്നെ ഈ ഡയറിയുടെ ഒരു ഫോട്ടോ സ്റ്റേറ്റ് പുറത്തുവിട്ടിരുന്നു. അതായത് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ പ്രധാനമന്ത്രി പദത്തിനായി BJP കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കോഴപ്പണത്തിന്റെ കണക്കുകളാണ് ഈ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഈ ഡയറി കുറിപ്പിൽ അന്ന് കോൺഗ്രസ് ഫോട്ടോസ്റ്റാറ്റ് പുറത്തുവിട്ടപ്പോൾ അന്ന് BJP ഇതിനെ പ്രതിരോധിച്ചത് ഇത് വ്യാജമാണ്, ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ യെദ്യൂരപ്പയുടെ യഥാർത്ഥ ഡയറി കുറിപ്പ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ യെദ്യൂരപ്പയുടെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന ഈ ഡയറി കുറിപ്പിൽ വിശദമാക്കുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. ഗഡ്കരി കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ഗഡ്കരി, അരുൺ ജെയ്റ്റ്ലി എന്നിവർക്ക് 150 കോടി വീതവും, രാജ്നാഥ് സിംഗിന് 100 കോടിയും, അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതവും, ജഡ്ജിമാർക്ക് 250 കോടി വീതവും നൽകി. അതിനു പുറമെ BJP കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടി രൂപയും നൽകി. അങ്ങനെ ആകെ 1800 കോടി രൂപ BJPക്ക് നൽകി എന്നാണ് ഈ ഡയറി കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഈ യെദ്യൂരപ്പയുടെ യഥാർത്ഥ ഡയറി കുറിപ്പ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം വേണം. കാരണം 2017 മുതൽ ഈ ഒരു ഡയറി കുറിപ്പ് ആദായ നികുതി വകുപ്പിന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇതിലൊരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഡയറി കുറിപ്പിന്റെ കാര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ തയ്യാറാകണം. അഥവാ ഈ ഒരു ഡയറി കുറിപ്പ് തെറ്റാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യുകയും വേണം. അറസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തണം. അതായത് ഈ കണക്കുകൾ കളവാണെങ്കിൽ എന്തിന് ഇങ്ങനെയൊരു കണക്കുകൾ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ വ്യക്തത വേണം. മറിച്ച് ഈ കണക്ക് ശരിയാണെങ്കിൽ അതിൽ കൂടുതൽ നടപടികൾ എടുക്കണം. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇടപെടണമെന്നും ആദായ നികുതി വകുപ്പെല്ലാം ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നും ഇപ്പോൾ കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയ, വിഷ്ണു, ആദ്യം ഈ ഡയറിയുടെ കോപ്പി ആദ്യം പുറത്തു വന്നപ്പോൾ BJP പറഞ്ഞിരുന്നത് ഇത് യഥാർത്ഥമല്ല, ഇത് കള്ളമാണ്, വ്യാജമാണ്, ഇത്തരത്തിലുള്ള ഡയറി യഥാർത്ഥത്തിൽ ഉള്ളതല്ല തുടങ്ങിയ ആരോപണങ്ങളാണ്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഈ ഒരു ഡയറി കോപ്പികൾ യെദ്യൂരപ്പ എഴുതിയതല്ല എന്ന് പോലും BJP പറഞ്ഞു. യെദ്യൂരപ്പയുടെ പ്രതികരണവും ഉണ്ടായി. ഇത് തന്റെയല്ല, തന്റെ കൈപ്പടയിലുള്ളതല്ല എന്ന രീതിയിലുള്ള പല രീതിയിൽ പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ ഡയറിയുടെ ഒറിജിനൽ കോപ്പി അല്ലെങ്കിൽ ഒറിജിനൽ പകർപ്പാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പുറത്തു വന്നതിന് പിന്നാലെ BJPയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ?
പ്രിയ BJP ഭാഗത്തുനിന്നും ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. എന്നാൽ BJP കൂടുതൽ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യം BJPക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പ് സമയം കൂടിയായതുകൊണ്ട് കൂടുതൽ തലവേദനയായിരിക്കുകയാണ്. അതായത് ആദ്യം ഫോട്ടോസ്റ്റാറ്റ് പുറത്തു വന്ന സാഹചര്യത്തിൽ BJP അതിനെ പ്രതിരോധിച്ചത് ഇത് വ്യാജരേഖയാണ്, ഇത് ഒരുപാട് കൃത്രിമം നടത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്കാണ്, മറിച്ച് യെദ്യൂരപ്പയുടെ യഥാർത്ഥ ഡയറി കുറിപ്പല്ല എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമായിരുന്നു അന്ന് BJP നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ യഥാർത്ഥ ഡയറിക്കുറിപ്പ് കൂടി കോൺഗ്രസ് പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് വളരെ സുപ്രധാനമായി നാം നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് BJP നേരിട്ട് കോഴപ്പണം വാങ്ങുക, അതായത് 1800 കോടി രൂപയുടെ ഒരു ഇടപാട് നടക്കുക, പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് BJPക്ക് നൽകിയത് 1800 കോടി എന്ന് വ്യക്തമാക്കുകയും അതിൽ ഏതൊക്കെ മന്ത്രിമാർക്ക് BJPയുടെ ഏതൊക്കെ മന്ത്രിമാർക്കും നേതാക്കൾക്കും എത്ര കോടി വീതം നൽകി എന്നുള്ള വ്യക്തമായ കണക്കുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇനി BJPക്ക് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് പ്രധാനമന്ത്രി വരെ തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു അന്വേഷണം വേണമെന്നും ഈ കണക്കുകൾ വ്യക്തമാണെങ്കിൽ അതിൽ ശക്തമായ അന്വേഷണം നടത്തി ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നും അതേസമയം കണക്കുകൾ വ്യാജമാണെങ്കിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയ യെദ്യൂരപ്പയ്ക്കെതിരെ നടപടി എടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നുമുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ BJPക്ക് ഇനി അധികം മൗനം പാലിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഒരു മറുപടി BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേ മതിയാകുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത്. അത് തന്നെയാണ് ഇപ്പോൾ ഇനി BJP ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസ് അടുപ്പിച്ചടുപ്പിച്ച് BJPക്കെതിരെ അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഡയറി സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇനി ഈ ഒരു വിഷയത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതിരോധം ഏത് രീതിയിലായിരിക്കും? കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ അവർക്ക് ശക്തമായി ഈ ഒരു വിഷയത്തെ പ്രതിരോധിച്ചേ സാധ്യമാകൂ. തീർച്ചയായും പ്രിയ, അതുതന്നെയാണ് BJP നേതൃത്വത്തിന്റെയും കുഴപ്പിക്കുന്ന ഒരു കാര്യം. അതായത് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കർണാടകയിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 18-ാം തീയതിയാണ് കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ യെദ്യൂരപ്പയുടെ യഥാർത്ഥ ഡയറിക്കുറിപ്പ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു പ്രതിരോധവുമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1800 കോടി രൂപയുടെ ഒരു കോഴ ഇവിടെ നടന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കണക്കുകൾ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ഗഡ്കരി, ജെയ്റ്റ്ലി എന്നിവർക്ക് 150 കോടി വീതവും, രാജ്നാഥ് സിംഗിന് 100 കോടിയും, അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി രൂപ വീതവും, ജഡ്ജിമാർക്ക് 250 കോടി, അതുപോലെ തന്നെ BJP കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടി. ഈ ഒരു കണക്കിന്റെ യഥാർത്ഥ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ BJPയുടെ നിലപാട് എന്ത് തന്നെയാകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നതും. അതായത് ആദ്യഘട്ടത്തിൽ ഇതിനെ BJP വളരെയധികം പ്രതിരോധിച്ചിരുന്നു. ഈ കണക്കുകൾ വ്യാജമാണെന്നുള്ള തരത്തിലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, 2017 മുതൽ ഈ ഒരു ഡയറി കുറിപ്പ് ആദായ നികുതി വകുപ്പിന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇതിൽ ഒരു അന്വേഷണം നടത്താനോ കൂടുതൽ നടപടിയെടുക്കാനോ അന്ന് ആദായ നികുതി വകുപ്പ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ 2 വർഷത്തിന് ശേഷം ഇതിന്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ചില നടപടികൾ എടുക്കാൻ ആദായ നികുതി വകുപ്പും തയ്യാറായത്. എന്നാൽ ഈ ഫോട്ടോസ്റ്റാറ്റ് പുറത്തു വന്ന സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന ഒരു മറുപടി, ഇത് കോടതിയിൽ നൽകാൻ കഴിയുന്ന ഒരു തെളിവല്ല, ഇതിന് വിശ്വാസ്യതയില്ല എന്നുള്ള തരത്തിൽ ആദായ നികുതി വകുപ്പ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു യഥാർത്ഥ ഡയറിക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടി കൂടി ഈ കാര്യത്തിൽ കൂടുതൽ നോക്കിക്കാണേണ്ടതുണ്ട് പ്രിയ. ശരി. BJPയുടെ കോഴ ഇടപാട് വ്യക്തമാക്കുന്ന യെദ്യൂരപ്പയുടെ യഥാർത്ഥ ഡയറി പുറത്തു വന്നിരിക്കുന്നു. ഡയറിയിലുള്ളത് 2000 കോടി അഴിമതിയുടെ വിവരങ്ങൾ. ഡയറിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണം, വ്യാജമെങ്കിൽ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും
കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. ഇടവേള. രാജ്യത്ത് വർഗീയതയിലൂടെ കരുത്തു വർദ്ധിപ്പിക്കുകയാണ് RSS. കോൺഗ്രസിനാകട്ടെ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് ഇഷ്ടം. നിലവിൽ BJPയിലുള്ളത് കോൺഗ്രസുകാർ തന്നെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെപ്പറ്റി മറ്റിടങ്ങളിൽ തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിന് സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കേരളത്തിലുള്ളവർക്ക് അറിയാമെന്നതിനാലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയാതെ സംസ്ഥാനത്തിന് പുറത്തുപോയി പ്രധാനമന്ത്രി പറയുന്നതെന്നും തെറ്റു ചെയ്താൽ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഇത് കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ തങ്ങൾ ഭരിക്കുന്നിടത്തെല്ലാം ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെയും ആയിക്കൂടാന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക. അതിന് ഇവിടുന്ന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇത് കേരളമാണ്. കേരളത്തിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനികളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് അക്രമ പ്രവർത്തനമോ ഗൂണ്ടാ പ്രവർത്തനമോ നടത്തിയാൽ അതെല്ലാം സൽപ്രവൃത്തിയായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ചെലവാകില്ല. രാജ്യത്തിന്റെ പരമോന്നത കോടതി പറയുന്നത് ഏതൊരു സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയൂ. ശബരിമലയിൽ വേണ്ട വികസനത്തിനായുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചുവെന്നും ശബരിമലയിലെ അക്രമത്തിലൂടെ കലാപമുണ്ടാക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്ന് കേന്ദ്രവും വിവിധ ഏജൻസികളും വിലയിരുത്തിയ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSും BJPയുമെന്ന് പ്രകാശ് കാരാട്ട്. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റു മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനവും BJPയെ കടന്നാക്രമിച്ചുമാണ് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തന്റെ പര്യടനം ആരംഭിച്ചത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം. ഇടതു പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചാൽ മറ്റ് മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മോദിയെ പുറത്താക്കും. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയാണെന്ന് കാരാട്ട് കുറ്റപ്പെടുത്തി. Congress party is not playing a constructive role today. It is actually hampering the secular unity of the secular democratic forces in the fight against the BJP. The Congress party cannot be relied upon because it has a record of compromising with the BJP and the communal forces, of making opportunistic deals with the very communal forces whom it proclaims that it is fighting. We have seen how time and again they have compromised and colluded with these forces. That is happening here, I'm sure, in Thiruvananthapuram also, constituency. വലിയ ആവേശത്തോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കാരാട്ടിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. വിഷുദിനത്തിന്റെ ആലസ്യത്തിലും വലിയ ജനക്കൂട്ടമാണ് കാരാട്ടിനെ കേൾക്കാനെത്തിയത്. LDF നേതാക്കളായ M. വിജയകുമാർ, പ്രകാശ് ബാബു, പിരപ്പൻകോട് മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതവികാരം വ്രണപ്പെടുത്തിയ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ പാടില്ലെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. പ്രത്യക്ഷമായോ പരോക്ഷമായോ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. പരാതിക്ക് ഇടയാക്കിയ പരാമർശം ആവർത്തിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി. വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയും പ്രേമചന്ദ്രന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമാണ് കമ്മീഷന്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രേമചന്ദ്രൻ മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശം നടത്തിയത്. വിഷുക്കൈനീട്ടവും പ്രസാദവും വാങ്ങി സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വിഷുദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിലെത്തി. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിലെത്തുന്ന വിശ്വാസികളെ കണ്ട് വോട്ട് നേരിട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ഇതിനിടയിൽ ക്ഷേത്ര പൂജാരികൾ നൽകുന്ന വിഷുക്കൈനീട്ടവും വാങ്ങിയാണ് മടക്കം. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് വളരെയധികം തിരക്കിലാണ്. കാര്യം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണല്ലോ. ഇന്ന് വിഷു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ആളുകളെ അദ്ദേഹത്തിന് കാണേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ഇന്നിപ്പം വിഷു അല്ലേ, എന്താണ് പ്രധാന പരിപാടികൾ? രാവിലെ വിഷു ദർശനത്തിനായി വന്നിട്ടുള്ള ആലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവരെ എല്ലാവരെയും കാണുക. അത് കഴിഞ്ഞ് കായംകുളം ഏവൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവരെ കാണുക, വോട്ടർമാരായിട്ടുള്ള ആൾക്കാരെ കാണുക. അത് കഴിഞ്ഞ് കുറേ വ്യക്തികളെയും കാര്യങ്ങളെയൊക്കെ രാവിലെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് തീരുമാനം. പിന്നെ ഉച്ചയ്ക്ക് കുറേ കല്യാണ പരിപാടികളും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വ്യക്തികളെയൊക്കെ കാണാനായിട്ട് പോകാനുണ്ട്. വിഷുദിനമായി ഇന്ന് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ്
വിഷു ആഘോഷങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലായിരുന്നു ആദ്യം എത്തിയത്. ആലപ്പുഴ നഗരത്തിലെ ഉടുപ്പി ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി ആദ്യമെത്തി. ക്ഷേത്രത്തിലെ വിഷുക്കൈനീട്ടവും പ്രസാദവും വാങ്ങാൻ വിശ്വാസികളുടെ നീണ്ട നിരയായിരുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. ഇതിനിടയിൽ ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിക്ക് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ വിഷുക്കൈനീട്ടവും പ്രസാദവും വാങ്ങിയാണ് സ്ഥാനാർത്ഥി പിന്നീട് മടങ്ങിയത്. സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ആരിഫ് എത്തിയിരുന്നു. പിന്നീട് കായംകുളത്തെ ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹം കായംകുളത്തേക്ക് യാത്ര തിരിച്ചു. ഞാൻ അനുകൂലിച്ച് വന്നു. മനോരമ സർവേ അനുകൂലിച്ചാണ് വന്നത്. മറ്റൊന്ന് 2 സർവേകൾ പ്രതികൂലിച്ചാണ് വന്നത്. ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. 2 അനുകൂലിച്ച് പ്രതികൂലിച്ചും വന്ന് എടുക്കുന്നത്. നമുക്ക് മുൻപ് MLA നിന്നപ്പോൾ ഇതുപോലുള്ള സർവേകൾ വന്നിട്ടില്ല. പല സർവേകളും ഞാൻ തോക്കുന്നവരെ പറഞ്ഞു. ജയിക്കുന്ന എനിക്ക് എൻ്റെ പറ്റി ഓർമ്മയെ പറഞ്ഞായിട്ട് എൻ്റെ അറിയാൻ പോലെ 3 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച് നല്ല വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോഴും തോക്കുമെന്നും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ സർവേ കാണുമ്പോൾ എനിക്ക് ഉറപ്പായി ജയം 101% ഉറപ്പായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ആരിഫ് അങ്ങനെ വീണ്ടും വിഷു ദിവസവും തൻ്റെ പ്രചരണ പരിപാടികളുമായിട്ട് സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. ഓസ്ട്രേലിയൻ യുവതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് 40 മുഴകൾ നീക്കം ചെയ്തു. അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലാണ് 12 സെന്റിമീറ്റർ വലിപ്പം വരെയുള്ള മുഴകൾ നീക്കം ചെയ്തത്. ഡോക്ടർമാരായ B പ്രസന്നകുമാരി, S പാപ്പച്ചൻ, ശ്രീലത, മാത്യൂസ് ജോൺ, സിറിയക് പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി. 2.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലാണ് മുഴകൾ നീക്കം ചെയ്തത്.